ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ ലാസ്റ്റ് ലെസൺ ആയിട്ടുള്ള കസിൻസ് ഫ്രോം അക്രോസ് ദ സീ എന്ന ലെസണാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ മുകളിലായിട്ടൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത് നോക്കാം. ഐലൻഡ്സ് ഓഫ് ഫാഷിനേറ്റിംഗ് പ്ലേസസ് ഈച്ച് വിത്ത് എ യൂണിക് സ്റ്റോറി ടു ടെൽ. ലെറ്റ് us റീഡ് അബൌട്ട് ലക്ഷദ്വീപ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഐലൻഡ്സ്, അതായത് നമ്മുടെ ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചുറ്റും നമ്മുടെ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈച്ച് പ്ലേസസ് വിത്ത് എ യുണീക്ക് സ്റ്റോറി ടു ടെൽ, അതായത് ഓരോ ദ്വീപിനും പറയാൻ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക സവിശേഷതകൾ അല്ലെങ്കിൽ സ്റ്റോറീസ് ഉണ്ടാവും. സോ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കസിൻസ് ഫ്രോം അക്രോസ് ദ സീ എന്ന ലെസണിൽ പറയാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഒരു ക്ലാസ് റൂമിൻ്റെ സീനാണ് ഇവിടെ വരുന്നത്. ഇറ്റ് വാസ് ദ ലാസ്റ്റ് പീരിയഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. സോന ടീച്ചർ ബീംഡ് അറ്റ് ഹർ ചിൽഡ്രൻ. ദ ചിൽഡ്രൻ റിയലൈസ്ഡ് ദാറ്റ് ദർ വാസ് സം ഗുഡ് ന്യൂസ് കമ്മിങ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ നമ്മുടെ സ്കൂളിൽ ഒരു ഉച്ച സമയത്താണ്. അതുമല്ല, ലാസ്റ്റ് പീരിയഡ് ഇൻ ദി ആഫ്റ്റർനൂൺ, അതായത് സ്കൂളിലെ അവസാന പീരിയഡും കൂടെയാണ്. സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ പോകാൻ തിരക്കുള്ള സമയമാണല്ലോ ഇത്. ആ ഒരു ടൈമിൽ നമ്മുടെ സോന ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ മുഖം കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ടീച്ചർ എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്, എന്തോ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ടീച്ചർ വരുന്നതെന്ന്. അപ്പോൾ ടീച്ചർ കുട്ടികളെ നോക്കി വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ ആ ഒരു അനൗൺസ്മെൻറ്റ്, ആ ഒരു വലിയ വാർത്ത കുട്ടികളുടെ മുമ്പിലായിട്ട് പറയാണ്. ചിൽഡ്രൻ, വി ആർ ഗോയിങ് ഫോർ എ സ്റ്റഡി ടൂർ നെക്സ്റ്റ് മന്ത്. വെർ വുഡ് യു ലൈക്ക് ടു ഗോ? അത് കുട്ടികളോട് ചോദിക്കുകയാണ്. കുട്ടികളെ, നമ്മൾ അടുത്ത മാസം ഒരു പഠനയാത്ര പോവുകയാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്. ദ വോൾ ക്ലാസ് ചിയേർഡ് എ സ്റ്റഡി ടൂർ. ഇത് കേട്ടതും ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കുകയാണ്. നമുക്കറിയാം, ഒരു പഠനയാത്ര പോവുക എന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ ടീച്ചർ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ പോകാനാണ് ആഗ്രഹം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ചോദിക്കുന്നുണ്ട്. ആയിഷ റൈസ്ഡ് ഹർ ഹാൻഡ്. അങ്ങനെ ആയിഷ അവളുടെ കയ്യപ്പോൾ ഉയർത്തി. യെസ് ആയിഷ, എനി ഐഡിയാസ്? അപ്പോൾ ടീച്ചർ പറയുകയാണ്, അതെ ആയിഷ, നിനക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ് മിസ്? അപ്പോൾ അവൾ മിസ്സിനോട് ചോദിക്കുകയാണ്, ടീച്ചറെ നമുക്ക് ലക്ഷദ്വീപിൽ പോയാലോ എന്ന് ആയിഷ ചോദിക്കുന്നുണ്ട്. വൈ ഡു യു ലൈക്ക് ടു ഗോ ടു ലക്ഷദ്വീപ്? അപ്പോൾ ടീച്ചർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് ലക്ഷദ്വീപിൽ പോകാൻ ഇത്ര ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. മൈ അങ്കിൾ വർക്ക്സ് ദർ. ഹീ ഈസ് എ സ്കൂൾ ടീച്ചർ. ഹീ സേസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ നമ്മുടെ ആയിഷ പറയാണ്, എൻ്റെ അങ്കിൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷദ്വീപ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് അവളുടെ അങ്കിൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. റിയലി ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. സോന ടീച്ചർ സ്മൈൽഡ്. സോ ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ്? അപ്പോൾ നമ്മുടെ സോന ടീച്ചർ പറയാണ്, അതെയോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ, എങ്കിൽ നമുക്ക് ലക്ഷദ്വീപ് പോയാലോ എന്ന് ടീച്ചറും ഒരു സജഷൻ പറഞ്ഞു. ഇത് കേട്ടതും കുട്ടികളെല്ലാവരും അതേ മിസ്സേ എന്ന് ക്ലാസ് മുഴുവനും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയാണ്. ദ എൻറ്റയർ ക്ലാസ് ഷൗട്ടഡ് ഇൻ എ കോറസ്. ഓൾ റൈറ്റ്, വി ഷാൾ ഗോ ടു ലക്ഷദ്വീപ്. ഡു യു നോ വാട്ട് ലക്ഷദ്വീപ് മീൻസ്? ശരി, എങ്കിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം. പക്ഷേ ലക്ഷദ്വീപ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ് കുട്ടികളോട്. അപ്പോൾ ആയിഷ പറയുന്നുണ്ട്, 1,00,000 ഐലൻഡ്സ് ആയിഷ ഹസാർഡഡ് എ ഗസ്. അതായത് ആയിഷ 1,00,000 ദ്വീപുകൾ എന്ന്, ഹസാർഡഡ് എന്ന് പറഞ്ഞാൽ അവൾ അഭിപ്രായം പറയുക, ഗസ് എന്ന് വെച്ചാൽ ഊഹിക്കുക, അതായത് അവൾ ഊഹിച്ച് ഒരു അഭിപ്രായം പറയുകയാണ്. 1,00,000 ദ്വീപുകൾ. യെസ്, ദ നെയിം സീംസ് ടു മീൻ ദാറ്റ്, ബട്ട് ദർ ആർ ഓൺലി 36 ഐലൻഡ്സ് ആൻഡ് ഓൺലി 10 ഓഫ് ദം ആർ ഇൻഹബിറ്റഡ്. ഡു യു നോ ദി ഐലൻഡേഴ്സ് കാൾഡ് കേരള കര ബിക്കോസ് ദേ ആർ ഐലൻഡേഴ്സ്. ദേ കൺസിഡർ ദംസെൽസ് ലിവിങ് ഇൻ വാട്ടർ. അപ്പോൾ ടീച്ചർ പറയാണ്, അതെ, ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണ്? 1,00,000 ദ്വീപ് എന്നുള്ളത് തന്നെയാണ്. ആ പേരിൻ്റെ അർത്ഥമൊക്കെ അതെയാണ്. പക്ഷേ അവിടെ ആകെ 36 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ. അതിൽ 10 മാത്രമാണ് ജനവാസം ഉള്ളത്, അതായത് ആളുകൾ താമസിക്കുന്നതായിട്ടുള്ളത് 10 മാത്രമാണുള്ളത്. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഡു യു നോ, അതായത് നിങ്ങൾക്കറിയാമോ, ദ്വീപ് നിവാസികൾ കേരളത്തെ കര എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ സ്വയം കരുതുന്നത് എന്താണ്? വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്നാണ്. അതായത് അവർ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. സോ അവർ നമ്മുടെ കേരളക്കാരെ കര എന്നാണ് വിളിക്കുക. സോ നെക്സ്റ്റ് നവീൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വൈ ഡു പീപ്പിൾ വിസിറ്റ് ദി ഐലൻഡ്സ്? നവീൻ വാണ്ടഡ് ടു നോ. അപ്പോൾ എന്തിനാണ് ആളുകൾ ഈ ദ്വീപുകൾ സന്ദർശിക്കുന്നതെന്ന് നവീന്
അറിയണം എന്നുണ്ടായിരുന്നു. സോ ഹി ആസ്ക് ദാറ്റ് വൈ ഡു പീപ്പിൾ വിസിറ്റ് ദി ഐലൻഡ്സ്. അങ്ങനെ നമ്മുടെ സോന ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, ദേ ആർ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് സ്പോട്ട്സ്. ദ സീ അറൗണ്ട് ദം ഇസ് എ പ്ലീസിംഗ് ബ്ലൂ ഇൻ കളർ. ദർ ഈസ് ഓൾവേസ് എ പ്ലസൻറ്റ് ബ്രീസ് ബ്ലോയിങ്. ദ ഐലൻഡ്സ് ആർ ഫുൾ ഓഫ് കോക്കനട്ട് പാംസ്. സം ഐലൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സ്ക്യൂബ ഡൈവിംഗ്. ഡു യു നോ വാട്ട് സ്ക്യൂബ ഡൈവിംഗ് ഈസ്? അങ്ങനെ നമ്മുടെ സോന ടീച്ചർ എന്താ പറയുന്നത്, ലക്ഷദ്വീപ് ഒരു മനോഹരമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടൽ മനോഹരമായ നീല നിറത്തിലാണുള്ളത്. അവിടെ എപ്പോഴും നല്ല കുളിർമയുള്ള, അതായത് ഭയങ്കര കൂളായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തെങ്ങുകളൊക്കെ നിറഞ്ഞതാണ് ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ദ്വീപുകളിലാണ് നമ്മുടെ ഈ സ്ക്യൂബ ഡൈവിങ്ങിനുള്ള സൗകര്യങ്ങളുള്ളത്. എല്ലാ ദ്വീപിലും നമുക്ക് ഈ ഒരു സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റില്ല. അതായത് പിന്നെ ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഡു യു നോ വാട്ട് ഈസ് സ്ക്യൂബ ഡൈവിങ് ഈസ്? അതായത് നിങ്ങൾക്കറിയാമോ എന്താണ് ഒരു സ്ക്യൂബ ഡൈവിംഗ് എന്ന് വെച്ചാൽ? അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിത്രത്തിലേത് കാണുന്നത് പോലെ നമുക്ക് കടലിനടിയിലെ കാഴ്ചകൾ നേരിട്ട് കാണാനുള്ളൊരു വഴിയാണിത്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്കൂബ വഴി കാണാം. സ്കൂബ എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസ് എന്ന് വെച്ചാൽ ഉപകരണം എന്നാണ്. ഓക്കെ, സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. You can wear the apparatus which contain oxygen for breathing underwater. You can then dive underwater. You can see the sides underwater for some times. It is a wonderful experience. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു ഉപകരണമാണ്. ഇതിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത് ധരിച്ചാൽ നമുക്ക് കടലിനടിയിൽ കുറേ നേരം കിടന്ന് അവിടുത്തെ നമുക്ക് അത്ഭുത കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അനുഭവം തന്നെ ആയിരിക്കും ഇത്. അങ്ങനെ നെക്സ്റ്റ് ഡിസ്കഷനിൽ നമ്മുടെ അപർണ ചോദിക്കുന്നുണ്ട്, ഹൗ ഡു വി ഗോ ടു ദി ഐലൻഡ്സ്? അതായത് നമ്മൾ ദ്വീപുകളിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ദർ ആർ ഷിപ്സ് വിച്ച് ടേക്ക് us ടു ദി ഐലൻഡ്സ് ഫ്രം കൊച്ചി. വൺ ഓഫ് ദി ഐലൻഡ്സ് അഗത്തി ഹാസ് എൻ എയർപോർട്ട്. ദർ ആർ റെഗുലർ ഫ്ലൈറ്റ്സ് ടു ബാംഗ്ലൂർ ആൻഡ് ബാക്ക് വിത്ത് എ സ്റ്റോപ്പ് അറ്റ് കൊച്ചി. അപ്പോൾ ദ്വീപുകളിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നതിനെ കുറിച്ചാണ് പിന്നെ സോന ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് ദ്വീപുകളിലേക്ക് നമുക്ക് കപ്പലുകൾ അവൈലബിൾ ആണ്. അതുപോലെ അഗത്തി എന്ന ദ്വീപിൽ ഒരു വിമാനത്താവളമുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വഴി അഗത്തിയിലേക്ക് നമുക്ക് വിമാന സർവീസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദ സ്റ്റുഡൻസ് വേർ നൗ ഗേസിങ് ഈഗർലി അറ്റ് സോന ടീച്ചർ. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കൂടി, അതായത് ഗേസിങ് ഈഗർലി, വളരെ ഈഗർലി ആയിട്ടാണ് നമ്മുടെ അധ്യാപികയെ അവർ കേട്ടിരുന്നത്. ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് സ്പോക്കൺ ടു എനി ഐലൻഡർ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ദ്വീപുകാരനോടൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ലെന്ന് ടീച്ചർ പറയാണ്. People in 9 of the islands speak Malayalam. Their Malayalam is called Jesseri. ദ്വീപുകളിലെ 9 ദ്വീപുകളിലെ ആളുകൾ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ മലയാളം നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്ന മലയാളത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ ആ ഭാഷയെ വിളിക്കുന്ന പേരാണ്, അവരുടെ ഭാഷയിൽ മലയാളത്തിനെ ജസരി എന്നാണ് വിളിക്കുന്നത്. Their Malayalam is called Jesseri. It comes from the word Jesser, which means island. It is slightly different from our Malayalam in Kerala. സോ ഇവിടെ ജസരി എന്ന പേര് ജസർ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദ്വീപ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വീപുകളിൽ സംസാരിക്കുന്ന മലയാളത്തിന് ജസരി എന്ന പേര് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ജസരി ഭാഷ നമ്മുടെ കേരളത്തിലെ മലയാളത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. When an islander says non forte, don't be puzzled. They mean ഞാൻ പോട്ടെ. In Minicoy Island, they speak a language called Mahal, but Malayalam is the administrative language in all the islands. അപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞു അവരുടെ ഭാഷയിൽ നിന്നും നമ്മുടെ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു ദ്വീപുകാരൻ ഞാൻ ഫോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പോട്ടെ എന്നതാണ്. അഥവാ അവരുടെ ഉച്ചാരണത്തിൽ ചെറിയ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടാതെ മിനിക്കോയ് ഐലൻഡ്, അവിടെ മലയാളം സംസാരിക്കില്ല. അവിടെ മഹൽ എന്നൊരു വേറിട്ട ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ എല്ലാ ദ്വീപുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ്, അതായത് ഭരണഭാഷ എന്താണ്? മലയാളമാണ്. മൈ മദർ ഹാസ് എൻ ഐലൻഡർ ഫ്രണ്ട്. ഷാന്തി ബ്രോക്ക് ഹെർ സൈലൻസ്. ഷീ കെയിം ഹോം വൺസ്. ഷീ സെഡ് ദി ഐലൻഡേഴ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അങ്ങനെ നമ്മുടെ ശാന്തി പറയാണ്, അവളുടെ അമ്മയുടെ ഒരു സുഹൃത്ത് എന്തുണ്ട്, ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ അവർ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ്വീപിലുള്ള ആളുകൾ കൂടുതലായിട്ടും മീനാണ് കഴിക്കാറുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. യെസ്, യു ആർ റൈറ്റ്. ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. Fishing is one of their chief occupations. Their staple food is rice and fish. Some of the fish they catch are canned and exported. Surely you would have tasted the tuna fish from the islands.
they get a large variety of fish. In the lagoons around the islands, there are plenty of fresh water fish too. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, അതെ, യെസ് യു ആർ റൈറ്റ്. അതായത് ദ്വീപുകാർ വളരെ കൂടുതലായിട്ടും മീനാണ് ഭക്ഷിക്കാറുള്ളത്. കാരണം മത്സ്യബന്ധനം, അതായത് ഫിഷിംഗ് എന്ന് പറയുന്നത് അവരുടെ പ്രധാന തൊഴിലുകളിൽ ഒന്നാണത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റേബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? റൈസും അതുപോലെ ഫിഷുമാണ്. അതായത് മീനും അതുപോലെ ചോറുമാണ് അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ അവർ പിടിക്കുന്ന ചില മീനുകളൊക്കെ അവരെന്ത് ചെയ്യും? ടിന്നിലടച്ചിട്ട് അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിച്ചിട്ടുള്ള ട്യൂന ഫിഷൊക്കെ അവിടുന്ന് ദ്വീപുകളിൽ പ്രധാന ഐറ്റമാണ് അവിടുത്തെ. നെക്സ്റ്റ് പറയുന്നത് ദേ ഗെറ്റ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിഷ്. ഇൻ ദ ലഗൂൺസ് അറൗണ്ട് ദി ഐലൻഡ്സ് ദർ ആർ പ്ലെൻറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷ് ടു. അപ്പോൾ നമ്മളിവിടെ ലഗൂൺ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ലഗൂൺ എന്ന് വെച്ചാൽ നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ആഴം കുറഞ്ഞ കായലിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കടലിൽ നിന്ന് തന്നെ മണൽത്തിട്ടകൾ അല്ലെങ്കിൽ നമ്മുടെ പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുവഴി കുറച്ച് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഈ ഒരു കായലിനെ നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കുറേ കായലുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ മികച്ചൊരു ഉദാഹരണമാണ് നമ്മുടെ ലഗൂണുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതിലെ വെള്ളത്തിന് നമ്മുടെ കടൽ വെള്ളത്തിനേക്കാളും ഉപ്പ് കുറവായിരിക്കും നമ്മുടെ ഈ ഒരു ലഗൂണിലെ ആ ഒരു ഭാഗത്ത് വരുന്ന വെള്ളത്തിന്. No, making coir is another important occupation, and you must not forget Dweep Chakra, the jaggery that get from coconut palms. I think all of you have tasted Dweep Chakra. അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാന മറ്റൊരു തൊഴിലാണ് നമ്മുടെ ചരട് നിർമ്മാണം എന്ന് പറയുന്നത്. അതിനാണ് കോയർ എന്ന് പറയുന്നത്. ദ്വീപ് ചക്കര പറയുന്നുണ്ട്, അതായത് നമ്മുടെ തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം ശർക്കരയാണിത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് രുചിച്ചിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ പറയുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ടേസ്റ്റഡ് ദ്വീപ് ചക്കര. Today there are many doctors, teachers and government servants among the islanders. Many of them work in Kerala and other states too, added the teacher. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയാണ്, ഇന്ന് നമ്മുടെ ദ്വീപ് നിവാസികൾക്കിടയിൽ ഒരുപാട് ഡോക്ടർമാരും അധ്യാപകരും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ പലരും കേരളത്തിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ജോലി ചെയ്യുന്നതും കൂടെ. What do they grow in the islands? Good question, Jisha. They only grow coconut palms. Coconut is an ingredient of almost all dishes. Everything else is imported from Kerala, rice, vegetables and fruits included. Is there anything else to see in the islands? അപ്പോൾ നമ്മുടെ ജിഷ എന്ന് പറഞ്ഞൊരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവർ ഐലൻഡിൽ അവർ കൃഷി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയാണ്, നല്ല ചോദ്യം, ഇതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ദ്വീപിൽ പ്രധാനമായും തെങ്ങുകൾ മാത്രമാണ് വളരുന്നത്. അതിനാൽ നമ്മുടെ തേങ്ങ എല്ലാ ഭക്ഷണ വിഭവങ്ങളിലും, അതായത് അധികം നമ്മുടെ ഡിഷസിലും നമ്മുടെ തേങ്ങ ഒരു പ്രധാന ചേരുവയാണല്ലോ. അതുപോലെ മറ്റുള്ള സാധനങ്ങൾ റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ അവർ മറ്റ് കേരളത്തിൽ നിന്നാണ് അവരതൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈസ് ദർ എനിത്തിങ് എൽസ് ടു സീ ഇൻ ദി ഐലൻഡ്? പിന്നെ ചോദിക്കുകയാണ്, അവിടെ ഐലൻഡിൽ വേറെ എനിത്തിങ് എൽസ് കാണാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോന ടീച്ചർ സ്കാൻഡ് ദ ഫേസസ് ഓഫ് ദി ചിൽഡ്രൻ. ദേ ഓൾ ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. അപ്പോൾ നമ്മുടെ സോന ടീച്ചർ കുട്ടികളുടെ മുഖമൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാവരും നമ്മൾ ടൂർ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെയൊക്കെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇഫ് വി ഗോ ടു ലക്ഷദ്വീപ് ഇൻ 3 weeks time, പ്ലീസ് ഗെറ്റ് യുവർ പാരൻറ്റ്സ് പെർമിഷൻ. We will contact the Lakshadweep administration to get the tour permit. Let us say bon voyage. അങ്ങനെ 3 ആഴ്ചക്കുള്ളിൽ അവർ ലക്ഷദ്വീപിലേക്ക് നമുക്ക് യാത്ര പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മാതാപിതാക്കളുടെ പാരൻസിൻ്റെ പെർമിഷൻ വാങ്ങാൻ ടീച്ചർ കുട്ടികളോട് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഭരണകൂടത്തിൻ്റെ, അതായത് നമ്മുടെ ടൂറിൻ്റെ ഒരു പെർമിറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ശരിയാക്കാനാണ് സ്കൂൾ അധികൃതർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവുമായിട്ട് ബന്ധപ്പെടുമെന്ന് ടീച്ചർ കുട്ടികളോട് പറയുന്നത്. അവസാനമായിട്ട് ടീച്ചർ പറയുന്നുണ്ട്, ലെറ്റ് us say ബോൺ വോയേജ്. ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. താങ്ക് യു. കീപ് വാച്ചിങ്.